ചെയ്യാമെന്നുള്ളത് നോക്കാം നമുക്ക്. ഹെവ പ്രീമിയം പ്രോ മാസ്റ്റർ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൗണ്ട് എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് സൗണ്ട് എഫക്ട്സുകൾ നമുക്ക് പ്രീമിയം പ്രോയിൽ തന്നെ കുറച്ച് സൗണ്ട് എഫക്ട്സുകൾ അവൈലബിൾ ആണ്. അതായത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾസ് അവൈലബിൾ ആണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ലൈവ് എക്സ്പ്ലോർ നാച്ചുറൽ ലൈഫ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നു 2017 ഞാനും എൻ്റെ നിങ്ങൾക്കറിയാം മാസ്റ്റർ പീസ് ചാനലിൽ നടക്കുന്ന ആദിലും നിസാർ ബാബു ഞങ്ങൾ 3 പേരും കൂടെ ഷൂട്ട് ചെയ്തതായിരുന്നു. അന്ന് കുറേ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി. അപ്പോൾ അന്ന് ഞങ്ങൾ ജസ്റ്റ് അപ്ലോഡൊക്കെ ചെയ്തതായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലൊന്നും പോയിട്ടില്ല. പക്ഷെ ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് ജസ്റ്റ് ഓപ്പോ എന്നുള്ള ഫോണിലാണ്. ഇതിലൊന്നും ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ വീഡിയോ എഡിറ്റിംഗ് വീഡിയോ ഷൂട്ടിംഗ് പഠിക്കുന്നൊരു കാലഘട്ടം. അതിന് ക്ലിയർ കുറച്ച് കുറവാണ്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കാരണം എൻ്റെ കയ്യിൽ വേറെ അണ്ടർ വാട്ടർ വീഡിയോസൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തു. നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ safe.net ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ IDM വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു സൗണ്ട് എഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അണ്ടർ വാട്ടർ ബബിൾ സൗണ്ട് എഫക്ട്സ് സെർച്ച് ചെയ്തു. തൽക്കാലം ഒരു സൗണ്ട് എഫക്ട്സ് എന്ത് ചെയ്തു, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്തു. ആ സൈറ്റ് വെച്ച് ഡൗൺലോഡ് ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം എന്ത് ചെയ്തു, കട്ട് ചെയ്തെടുത്തു. Ctrl+K, നമുക്ക് ഈ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്തു. ട്രിപ്പിൾ ഡിലീറ്റ്. ഓക്കെ, അതിൻ്റെ എൻഡിങ് നമുക്ക് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. എന്തെങ്കിലും സൂം ഇൻ ചെയ്തു ടൈം ലൈനിൽ. അതിൻ്റെ ഷോർട്ട് കട്ട് പ്ലസ് മൈനസ് ആണ്. സൂം ഔട്ട് മൈനസ് പ്ലസ് സൂം ഇൻ. അതൊക്കെ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. എന്തായാലും ഞാനൊന്നും ഇതേപോലെ ഈ ഒരു വർക്ക് സ്പേസ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്തായാലും ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളെ മ്യൂസിക് എന്ത് ചെയ്തു കൊണ്ടുവന്നു. മ്യൂസിക്കിൻ്റെ ഈ ഒരു ഭാഗം സെൻറ്റർ ഭാഗം എടുക്കുകയാണ്. അതിൻ്റെ ബീറ്റ്സ് കൂടിയിട്ടുള്ളൊരു ഭാഗം എടുക്കുകയാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടു മാച്ച് ചെയ്തു. ഇനി എന്തായിരിക്കണം, ഇൻറ്റൻസിറ്റി വളരെ കുറവായി. കാരണം അങ്ങനെയാണല്ലോ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ കേൾക്കുക. ഒരുപാട് ടൂൾസ് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓക്കെ, നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വരുന്നതാണ് എഫക്ട്സിൽ നമ്മൾ ഓഡിയോ ലെയർ സെലക്ട് ചെയ്തു. ഇവിടെ ഓഡിയോ എഫക്ട്സിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എഫക്ട്സ് കാണാം. ആംപ്ലിഫൈ, ബാലൻസ്, അങ്ങനെ ഒരുപാട് ഇത് ഞാൻ പറയുന്നത് പാരമെട്രിക് ഈക്വലൈസറാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രം ഉപയോഗിക്കണം എന്നില്ല, ഒരുപാട് വേറെയും എഫക്ട്സുകൾ വെച്ച് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതാണ് ടെക്നിക്ക്. അതായത് പാരമെട്രിക് ഈക്വലൈസർ വെച്ച് എന്തായാലും ഞാൻ പാരമെട്രിക് ഈക്വലൈസർ ഈ ഒരു ഓഡിയോക്ക് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തു, അതായത് അപ്ലൈ ചെയ്തു. ഇനി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ പാരമെട്രിക് ഈക്വലൈസർ കാണാം. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സ് ഒരുപാട് എല്ലാത്തിനും സെപ്പറേറ്റ് പാരാമീറ്റേഴ്സ് ഇവിടെ കാണാം. ഇവിടെ കീ ഫ്രെയിം കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എഡിറ്റിൽ വന്നാൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് അവൈലബിൾ ആണ്. ഇനി നമുക്കൊന്ന് ഒന്ന് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിനെ ഞാനിപ്പോൾ ഈ ഒരു എൻഡിങ്, ഈ ഒരു സൈഡാണ് അതിൻ്റെ ട്രബിൾ വരുന്നത്. സ്റ്റാർട്ടിങ് ബാസ് ആയിരിക്കും. ട്രബിൾ ഒന്ന് കുറച്ചു. നമുക്ക് ബാസ് ആണല്ലോ കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ഒരു പാരാമെട്രിക് ഈക്വലൈസറിൻ്റെ ഓപ്ഷൻസ്. ഇനി എന്ത് ചെയ്തു, നമുക്ക് ഇതൊന്ന് റീസെറ്റ് ചെയ്യാം. എന്നിട്ട് ഡീഫോൾട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇതെന്ത് ചെയ്ത പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് ബാസ് ഒന്ന് കുറച്ചു. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം വരുന്നത്, കംപ്ലീറ്റ് ഓഡിയോക്ക് എന്താണ് ഈ ഒരു എഫക്ട്സ് അപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് നമുക്ക് എന്ത് വേണ്ടി, വെള്ളത്തിലേക്ക് പോകുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, അതായത് ഇവിടെ ബൈപ്പാസ് കൊടുത്തു കഴിഞ്ഞാൽ ബൈപ്പാസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തല്ല, ഈ ഒരു എഫക്ട്സ് അപ്ലൈ ആവില്ല. ബൈപ്പാസ് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യണം, ആ എഫക്ട്സ് അപ്ലൈ ആവും. നമ്മൾ ജസ്റ്റ് ഓൺ ഓഫ് ചെയ്യുന്ന പോലെ ബൈപ്പാസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാറ്, ഇത് ഇവിടെ ആദ്യം ബൈപ്പാസ് ഇട്ടു,
എന്ത് ചെയ്തു, ടിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്, കാരണം നമുക്ക് ഓഡിയോൻ്റെ യഥാർത്ഥ പൂർണ്ണ രൂപം കേൾക്കണം. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്തു, ബൈപ്പാസിൻ്റെ ഇതിന് കീ ഫ്രെയിം കൊടുത്തു. ഇനി ഒറ്റ ഫ്രെയിം മുന്നോട്ട് നീങ്ങി എന്ത് ചെയ്തു, ബൈപ്പാസിൻ്റെ ഇത് അൺടിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 കീ ഫ്രെയിംസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ് എന്തായിരിക്കും, ടിക്കായിരിക്കും. ഇവിടെ എത്തുമ്പോൾ പെട്ടെന്നത് അൺടിക്കായിട്ട് മാറും ഇഫക്ട്സ് ഒക്കെ. ഇവിടെ എത്തുമ്പം അത് എന്ത് ചെയ്യണം, വീണ്ടും തിരിച്ചു വരണം. അപ്പോൾ ഇത്രയും സമയം എന്താണ്, ഇത്രയും സമയം അത് ആ ഒരു ബൈപ്പാസ് തുടർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവിടെ കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇനി ഇവിടെ എത്തുമ്പോൾ അത് തിരിച്ചെന്ത് ചെയ്യും, നമ്മൾ പഴയ സൗണ്ടിൻ്റെ ആ ഒരു യഥാർത്ഥ എഫക്ട്സിലേക്ക് തന്നെ വരണം. അപ്പോൾ ടിക്ക് ചെയ്തു, നമുക്കിവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് കീ ഫ്രെയിംസിന് എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ടൈമും കാര്യങ്ങളും. എൻഡിങ് ടൈം ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി ഇതിനുള്ള സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് എന്താണ് എന്ത് ചെയ്യണത്, ബൈപ്പാസ് എന്ത് ചെയ്യണത്, ഓണാവുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, ബൈപ്പാസിന് പകരം ഇവിടെ ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലെന്ത് ചെയ്യുക, കീ ഫ്രെയിം കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം പുതിയൊരു പാരാമീറ്റർ ഈക്വലൈസർ അപ്ലൈ ചെയ്തു, റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, എല്ലാത്തിനും സ്റ്റാർട്ടിങ് എന്ത് ചെയ്യുക, എല്ലാ വാല്യൂസിനും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കീ ഫ്രെയിം ആഡ് ചെയ്യുക. കാരണം നമുക്ക് അറിയില്ല ഏതൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കണം, ആ ഒരു അണ്ടർ വാട്ടർ എഫക്ട്സ് വരണം. അപ്പോൾ എഡിറ്റിൽ വന്ന് എന്നിട്ട് ഗ്രാഫ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ വേണ്ട ആ രൂപത്തിലേക്ക് ഗ്രാഫിന് എന്ത് ചെയ്യുക, മാറ്റി കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ലോ ആക്കി കൊടുത്താൽ മതി. ഇതേപോലെ ലോ ആക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, അവർ ഓട്ടോമാറ്റിക്കായിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഏതൊക്കെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്തത് അതിലെല്ലാം ഒരു കീ ഫ്രെയിം ആഡ്. അല്ലാത്തതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തന്നെ നിലനിർത്താം, പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിലനിർത്താവുന്നതാണ്. എനിവേ കണ്ടില്ലേ, അപ്പം ഇവിടെ ഈ ഒരു ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സിൽ നിങ്ങൾ കീ ഫ്രെയിം കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മൂത്ത് ട്രാൻസിഷൻസ് കറക്റ്റ് കിട്ടുന്നതാണ്. ആ വാല്യൂ ചേഞ്ച് ആവുന്നത് ബൈപ്പാസ് ആകുമ്പോൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് ഇത് തുടരണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇത്രയും നേരം തുടരണം, താഴോട്ടൊന്നും കീ ഫ്രെയിംസ് ഇല്ല. അപ്പോൾ എനിവേ ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കണം, പഴയ പോലെ തന്നെ എത്തണം. നിങ്ങൾക്ക് എന്ത് ഫസ്റ്റ് കീ ഫ്രെയിം Ctrl+C Ctrl+V, ഇവിടെ ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, Ctrl+C കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ലൈൻ പ്ലേ ഹെഡ് എവിടെയാണല്ലോ അവിടേക്ക് പേസ്റ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വാല്യൂ എൻഡിലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. Ctrl+C Ctrl+V അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഫസ്റ്റ് കീ എന്തെങ്കിലും സെലക്ട് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതൊന്ന് ടൈമിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഇതുകൊണ്ട് ഒന്നുകൂടെ മുന്നോട്ട് അല്ലെങ്കിൽ നീക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് എന്ത് അണ്ടർ വാട്ടർ സൗണ്ട് എഫക്ട്സ് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്ക്. നിങ്ങൾക്ക് പാരാമെട്രിക് ഈക്വലൈസർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു സൗണ്ട് എഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ അടിയിൽ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ബബിൾസിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം വെള്ളത്തിൻ്റെ അടിയല്ലേ, അപ്പോൾ എന്തായാലും കുമിളകളുടെ ശബ്ദങ്ങളുണ്ടാവും. എന്തായാലും അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഭംഗിയാക്കി കൊടുക്കാം വീഡിയോസിനെ. അപ്പോൾ ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറിയ സംഭവമേ ഉള്ളൂ, പക്ഷേ അതൊക്കെ നമ്മൾ വീഡിയോസിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കിപ്പം ഇത് തന്നെ അണ്ടർ വാട്ടർ തന്നെ വേണമെന്നില്ല, ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഷോട്ട് ചെയ്ത് പെട്ടെന്ന് വീടിൻ്റെ പുറത്തോട്ട് വരുമ്പോൾ സൗണ്ട് എഫക്ട്സ് മാറും. അതുപോലെയൊക്കെ ട്രൈ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ.